പ്രിയമുള്ളവരെ, പലതരം വോട്ട് പിടുത്തം കണ്ടിട്ടുണ്ട് എങ്കിലും ഈ കാണുന്നത് പുതുമയുള്ള ഒരു വോട്ട് പിടുത്തമാണ്. ഒരു പള്ളിയിലേക്ക് ഒരു സംഘി സ്ഥാനാർത്ഥി കയറി വരുന്നു ജനാപത്തോടൊക്കെ കൂടെ. എന്നിട്ട് അദ്ദേഹം ആ പള്ളിയിലെ അധികാരി, പള്ളിയിലെ ഇമാമിനെ ഷാൾ അണിയിച്ചുകൊണ്ട് ആശീർവദിക്കുന്നു. ആ പുതിയ വോട്ട് പിടുത്തത്തിൻ്റെ ദൃശ്യങ്ങളുടെ ബാക്കി ഭാഗം വീഡിയോ കൂടെ ശ്രദ്ധിക്കുക. ഇങ്ങനെ ഒരു വോട്ട് പിടുത്തം മുമ്പ് കേട്ടിട്ടില്ല. പലരും പള്ളിയിലേക്ക് കയറി വോട്ട് പിടിച്ചാൽ പതിവാക്കിയ ചില മുസ്ലിം രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരുണ്ട്. പക്ഷെ അവരും ഇങ്ങനെ ഒരു ഷാൾ അണിയിച്ചുകൊണ്ട് ഒരു പുതിയ ഒരു മുഖം ഈ വിഷയത്തിൽ തുറക്കുന്നതായി കാണാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ പള്ളിയുടെ ശത്രുക്കളായി നടക്കുന്ന സംഘികൾ 3000-ഓളം പള്ളികൾ ഔദ്യോഗികമായിട്ട് പൊളിക്കണം, 4 ലക്ഷത്തിലേറെ പള്ളികൾ പൊളിച്ചു നീക്കണം എന്നൊക്കെ സന്ദേശമുള്ള, ആ സന്ദേശം കൈമാറുന്ന സംഘികളുടെ കേരളത്തിലെ ഏറ്റവും ഒരു ചാരിതാർത്ഥ്യപരമായി വിലയിരുത്താൻ പറ്റാത്ത ഒരു സ്ഥാനാർത്ഥി, അദ്ദേഹം പള്ളിയിൽ കയറി വന്നിട്ട് വോട്ടാണ് ലക്ഷ്യം. മുമ്പൊന്നും പള്ളിയിൽ അങ്ങനെ കയറലില്ലല്ലോ. അല്ലെങ്കിലും രാഷ്ട്രീയക്കാർക്ക് പള്ളിയിലെന്താ, അത് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. പള്ളി എന്ന് പറയുന്നത് മതത്തിൻ്റെ വിഷയമാണ്. അപ്പം അങ്ങനെ പള്ളി എന്ന് പറയുന്നത് മതത്തിൻ്റെ വിഷയമാണെങ്കിൽ ആ പള്ളിയുടെ ഉള്ളിൽ വന്നുകൊണ്ട് വോട്ട് ചോദിക്കുന്ന ഒരു പതിവ് മുമ്പ് മുതലേ കാസർഗോഡ് ഭാഗത്തൊക്കെ നമ്മളെ ഒരു ഇപ്പോൾ MLA ആയി വന്നിട്ടുള്ള അദ്ദേഹം പള്ളീൻ്റെ മെഹ്റാബിൽ വെച്ച് കണ്ടാണ് വോട്ട് പിടുത്തം നടത്തുന്നതും സംസാരിക്കുന്നതൊക്കെ. അത് മുമ്പ് തന്നെ ഉണ്ട്. എങ്കിലും പള്ളിയിലെ ഉദ്യോഗസ്ഥനായ ഒരു ഉസ്താദിനെ ഇങ്ങനെ ഷാളണിയിച്ചുകൊണ്ട് ആ ഫോട്ടോ എടുത്ത് വീഡിയോ എടുത്ത് കേരളത്തിലും മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ പ്രചരിപ്പിക്കാൻ പറ്റുന്ന പാകത്തിൽ സംഘികളുമായി മുസ്ലിങ്ങൾ ചങ്ങാത്തത്തിലാണ് എന്ന് പാവപ്പെട്ട പല ഇതര സംസ്ഥാനങ്ങളിലുള്ള വിദ്യാഭ്യാസമില്ലാത്ത മുസ്ലിം വോട്ടർമാരെ ബോധ്യപ്പെടുത്തുകയും അങ്ങനെ അവരുടെ വോട്ട് തട്ടാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു പതിവ്. മുമ്പ് ലക്ഷദ്വീപിലൊരു പരിപാടി നടന്നപ്പോൾ അവിടുത്തെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരെല്ലാം പോയി നമ്മുടെ മോഡിയെ ഷാളണിയിക്കണമെന്ന ഒരു നിയമം, അവർ ലിഖിത നിയമമൊന്നുമല്ല, പെട്ടെന്നുണ്ടാക്കുന്ന നിയമങ്ങളാണ്. അങ്ങനെയുള്ള നിയമം ഉണ്ടാക്കിയത് കൊണ്ട് 1-2 പണ്ഡിതന്മാർ ഷാളണിയിച്ചത് വലിയ ചരിത്രമായിരുന്നു. അത് നിർബന്ധിതമായ സാഹചര്യത്തിൽ അവർ മോഡിയെ ഷാളണിയിക്കേണ്ടി വന്നതാണ്. അതും പലരും വലിയ പൊക്കി പിടിച്ചുകൊണ്ട് നടന്നിരുന്നു. എന്നാൽ ഇവിടെ അങ്ങനെയുള്ള നിയമപരമായിട്ട് സാധാരണ ഈ പള്ളിയിലെ ഉസ്താദിൻ്റെ അതേ വില മാത്രമുള്ള ഒരു ഇന്ത്യൻ പൗരനാകുന്ന ഈ സംഘി സ്ഥാനാർത്ഥിയെ അദ്ദേഹത്തിനിക്ക് ഷാളണിയിക്കാൻ വേണ്ടി ഒരു പള്ളിയുടെ ഇമാമ് നിന്നു കൊടുക്കുക എന്നുള്ളത് നിർബന്ധമായൊരു കാര്യമല്ല. അപ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ ചിന്തിക്കേണ്ടത്, ഇത്തരത്തിൽ പള്ളിയിൽ വോട്ട് കാലഘട്ടത്തിൽ പലരും കയറി വരും, അവർ പല കോപ്രയങ്ങളും കാണിക്കും. അതിനൊക്കെ നിന്നു കൊടുക്കുന്ന ഒരു ഇമാമായി നമ്മുടെ ഇമാമുമാർ മാറാൻ പാടില്ല. ഈ ഉസ്താദ് പക്ഷേ പെട്ടെന്ന് വിളിച്ചപ്പോൾ അതിനെക്കുറിച്ച് അതിൻ്റെ വരും വരായികളൊന്നും ചിന്തിക്കാതെ നിന്നു കൊടുത്തതായിരിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ ഉണർന്ന് ചിന്തിക്കേണ്ട കാലമാണിത് എന്ന് എല്ലാ ഉസ്താദുമാരും ഇമാമുമാരും ഒക്കെ ചിന്തിക്കേണ്ടതുണ്ട്. എല്ലാം ചരിത്രമായി രേഖപ്പെടുത്തുന്ന, എല്ലാത്തിൻ്റെയും വീഡിയോ എടുത്ത് പലയിടത്തും പ്രചരിപ്പിച്ച് മുതലെടുപ്പ് നടത്തുന്ന രാഷ്ട്രീയത്തിൻ്റെ തിമിരം ബാധിച്ച ആളുകൾ അരങ്ങ് തകർക്കുന്ന ഒരു കാലമാണിത് എന്ന് തിരിച്ചറിഞ്ഞ് ഉസ്താദുമാർ അവരുടെ നിലനിൽപ്പ്, അവരുടെ നില ഭദ്രമാക്കുകയും അത് കണ്ടറിഞ്ഞ് പ്രവർത്തിക്കാനുള്ള ഗഡ്സ് നേടുകയൊക്കെ ചെയ്യണം. ആരെങ്കിലും പെട്ടെന്ന് പള്ളിയിലേക്ക് കയറി വന്നു ഒരു സ്ഥാനാർത്ഥി
ഒരു മുസ്ലിയാരെ ഷാളണിക്കുക എന്നുള്ളത് അതങ്ങനെ ഉണ്ടാവില്ല. കാരണം സാധാരണ ഒരു ജയിച്ചു വന്നാൽ ഒരു സ്ഥാനാർത്ഥിയൊക്കെ ഷാളണിക്കലേ നമ്മൾ കണ്ടിട്ടുള്ളൂ. ഇത് മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി അദ്ദേഹത്തിൻ്റെ ഏറ്റവും ശത്രുവായിട്ട് കാണുന്ന പള്ളി തന്നെ ശത്രുവാണല്ലോ അവർക്കൊക്കെ, ആ പള്ളിയിലെ അധികാരിയെ വന്ന് ഷാളണിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ വിരോധാഭാസമാണ്. അപ്പം ശരിക്കും ഗഡ്സ് പുലർത്തുന്ന ഉസ്താദുമാർ അതിന് നിന്നു കൊടുക്കേണ്ടതില്ല. നിങ്ങൾ കാണാൻ വന്നല്ലോ, അത് കഴിഞ്ഞു, ഇനി അതിനൊന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞ് വിടുകയാണ് വേണ്ടത്. അദ്ദേഹം കൊടുക്കുന്ന ഒരു ഷാള് അത് സ്വീകരിക്കാൻ തല നീട്ടിക്കൊടുക്കുന്നത് യഥാർത്ഥത്തിൽ സംഘികൾക്ക് തല കൊടുക്കുന്നതിന് സമാനമാണ് എന്ന് മനസ്സിലാക്കണം. പക്ഷേ ഈ ഉസ്താദിനെ ഇപ്പോൾ പെട്ടെന്ന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. മറ്റു ഉസ്താദുമാർ ഭാവിയിലെങ്കിലും ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഉത്ബോധനം നടത്തുന്നത്. ഈ ഉസ്താദിനെ പെട്ടെന്ന് വിളിച്ചപ്പോൾ അദ്ദേഹം അവിടെ പോയി നിന്നു. ചിലപ്പോൾ അബദ്ധത്തിലായിരിക്കും ഈ വീഡിയോ എടുക്കലും ഈ ഷാളിടലൊക്കെ ഉണ്ടായിട്ടുണ്ടാകുക എന്ന് മനസ്സിലാകുന്നു. അങ്ങനെയാണ് എങ്കിൽ അദ്ദേഹത്തിൻ്റെ അപാകതയായിട്ടത് വിലയിരുത്താനില്ല. പക്ഷേ ഇങ്ങനെ നമ്മുടെ ചലനങ്ങൾ ചൂഷണം ചെയ്ത് വോട്ട് നേടാൻ വിദ്യാഭ്യാസമില്ലാത്ത വോട്ടർമാർക്കിടയിൽ ഈ വീഡിയോ ഒക്കെ ഇറക്കി പ്രചരിപ്പിച്ച് വോട്ട് നേടുന്ന സ്വഭാവമാണ് സംഘികൾക്ക് പൊതുവേ ഉള്ളത്. ആ സ്വഭാവം തിരിച്ചറിഞ്ഞ് ഇനി ഒരു ഉസ്താദുമാരും ഇങ്ങനെയുള്ള ആളുകൾക്ക് ഷാളണിക്കാനോ മറ്റോ തല നീട്ടിക്കൊടുക്കരുത് എന്നാണ് പറയുന്നത്. ഇത് ഈ സംഘി സ്ഥാനാർത്ഥിയല്ലാതെ കേരളത്തിൽ മറ്റ് ആരെങ്കിലും ഇതുവരെ ചെയ്തതായി നമുക്കറിയാൻ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹം വോട്ട് ചോദിക്കാൻ വന്നാണെങ്കിൽ അത് പള്ളിയുടെ പുറത്തുനിന്ന് ചോദിക്കേണ്ട ആവശ്യമുള്ളൂ. മുസ്ലിങ്ങൾ അവിടെ എന്തെങ്കിലും കാര്യങ്ങൾ അവരുമായി ബന്ധപ്പെട്ടവരോട് പറയാൻ അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറിയിട്ടൊന്നുമല്ല ചോദിക്കാറുള്ളത്. അത് രണ്ട് മതങ്ങൾ തമ്മിലുള്ള അന്തരമുള്ള ഒരു വിഷയമാണ്. പള്ളിയിൽ മുസ്ലിങ്ങൾക്കാണ് പ്രവേശിക്കാനുള്ളത്, അമ്പലത്തിൽ ഹിന്ദുക്കൾക്കാണ്. ഹിന്ദുക്കളുടെ അമ്പലത്തിൽ മുസ്ലിങ്ങൾ പോകേണ്ടതില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി എന്തെങ്കിലും സൗഹാർദ്ദ വേദിയോ മറ്റൊക്കെ ഉണ്ടാകുന്ന സമയത്ത് വേണമെങ്കിൽ അവിടെ പോയിട്ട് എന്തെങ്കിലും പ്രഭാഷണം നടത്താനോ എന്തെങ്കിലും അതുപോലെ മതത്തിനെതിരല്ലാത്ത കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ ഉണ്ടെങ്കിൽ അതിനെ നമ്മുടെ മതേതര രാജ്യം എന്ന നിലക്ക് ഇവിടെ തടസ്സം നിൽക്കേണ്ട ആവശ്യമില്ല. പക്ഷേ നമ്മുടെ പള്ളി എന്ന് പറയുന്നത് ഒരു ഹുർമത്തുള്ള സ്ഥലമാണ്. അവിടെ ജനാപത്തുള്ള ഒരാളെയൊന്നും കയറ്റാൻ പാടില്ല അനാവശ്യമായിട്ട് എന്നൊക്കെ നമുക്ക് നിയമം അറിയാമെങ്കിൽ അതിനോടൊക്കെ അനുസരിച്ച് പ്രതികരിക്കണം. ഒരു പള്ളിയിലേക്ക് ഇത്തരത്തിൽ സ്ഥാനാർത്ഥികൾ കയറി വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു അമ്പലത്തിലേക്ക് ഒരു സ്ഥാനാർത്ഥി കയറി വരുമ്പോൾ അതിൻ്റെ മേലാധികാരികളെയും അതിൻ്റെ ഭരണാധികാരികളെയും അതിൻ്റെ കമ്മിറ്റിക്കാരെയൊക്കെ അറിയിച്ച് അവരൊക്കെ പിന്തുണയോടുകൂടെ ആയിരിക്കണം കയറേണ്ടത്. സമ്മതത്തോടുകൂടെ കയറാമെന്നാണ് ഫിഖ് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇവിടെ അതൊക്കെ ഉണ്ടായിട്ടുണ്ടോ എന്നറിയില്ല. ഏതായാലും പള്ളിയിൽ കയറിയിട്ട് വോട്ട് ചോദിക്കലും ആ വോട്ട് കിട്ടാൻ വേണ്ടി ഇത്തരത്തിൽ ഷാളണിയിച്ച് അത് വീഡിയോ ആക്കി പ്രചരിപ്പിച്ച് ഈ വോട്ട് തട്ടാനുള്ള ശ്രമങ്ങൾ നടത്തലുമൊന്നും നമ്മുടെ കേരളത്തിന് യോജിച്ച പണിയല്ല എന്നാണ് ചിന്തിക്കാനുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള പലതും കാട്ടാൻ വേണ്ടി വരുമ്പോൾ ഉസ്താദന്മാരിതിന് നിന്നു കൊടുക്കരുത്. അതിനെ പ്രതിരോധിച്ച് നിങ്ങൾ വോട്ട് ചോദിക്കാൻ വന്നതാണെങ്കിൽ അത് കഴിഞ്ഞു എന്ന് പറഞ്ഞ് അവരെ പിരിച്ചു വിടേണ്ട ഒരവസ്ഥ ഉണ്ടാവണം എന്നാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. പള്ളിയെ ചൂഷണം ചെയ്യാൻ വേണ്ടി പലരും മുമ്പ് ഉപയോഗപ്പെടുത്തി എന്നതുകൊണ്ടാണ് ഇവരൊക്കെ കയറി വരുന്നത്. അതിനാൽ ആ താവഴി ഉണ്ടാക്കി തീർത്ത, ആ പതിവ് ഉണ്ടാക്കി തീർത്തവരാണ് ഇതിൻ്റെ പ്രത്യേകമായിട്ടുള്ള ഉത്തരവാദികൾ എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കണം. ഇത് കേരളത്തിന് പുറത്തൊക്കെ പോയാൽ വലിയ പ്രചരണം നടത്തും. എന്നിട്ട് ഇത് മുസ്ലിങ്ങളെല്ലാവരും ഈ സംഖ്യയെ പിന്തുണക്കുന്നുണ്ട് എന്ന് പ്രചരിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് വരും. അതുകൊണ്ട് അവിടെയുള്ള വിദ്യാഭ്യാസമില്ലാത്ത വോട്ടർമാർ ഇതൊക്കെ കരുതി നല്ലൊരു ശതമാനം ഈ സംഖ്യകൾക്ക് വോട്ട് ചെയ്ത് വിജയിപ്പിക്കുന്നത് മുസ്ലിങ്ങളാണല്ലോ. UP പോലുള്ള സ്ഥലങ്ങളിലൊക്കെ പലയിടത്തും BJPയുടെ ജയമുണ്ടാകുന്നത് ഇത്തരത്തിലുള്ള മുസ്ലിങ്ങൾ, ബോധമില്ലാത്ത മുസ്ലിങ്ങൾ, പള്ളി പൊളിക്കുന്ന, കൊന്നു തള്ളുന്ന ഇവരെ വീണ്ടും പിന്തുണച്ച് വോട്ട് ചെയ്ത് ചിന്താശേഷിയില്ലാതെ ബൂത്തിൽ പോയി അവിടെ സമ്മതിദാനാവകാശം ഉപയോഗിച്ച് സ്വന്തം കൊലക്കത്തി പണം കൊടുത്ത് വാങ്ങുന്നത് പോലെ, ക്ഷണിച്ചു വരുത്തുന്നത് പോലെ ചെയ്യുന്ന പ്രവർത്തികൾക്കുള്ള ആളുകളായി അടിമപ്പെട്ട് അവിടുത്തെ പാവങ്ങളായ വിദ്യാഭ്യാസമില്ലാത്ത മുസ്ലിങ്ങൾ അധപ്പതിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ മുമ്പിലേക്ക് ഇങ്ങനെയുള്ള ദൃശ്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് വീണ്ടും വോട്ട് തട്ടി നമ്മുടെ പള്ളി തകർക്കാനും അതുപോലെ മുസ്ലിങ്ങളൊക്കെ പുറത്താക്കാൻ പല നിയമങ്ങളും പൗരത്വ ബില്ലുമൊക്കെ കൊണ്ടുവരികയും ചെയ്യുന്ന ഈ സാഹചര്യത്തിൽ എല്ലാവരും ഉണർന്ന് ചിന്തിക്കണം എന്നാണ് പ്രത്യേകം പറയാനുള്ളത്. അള്ളാഹു നമുക്കെല്ലാവർക്കും അർഹമായ രീതിയിൽ കാര്യങ്ങളോട് പ്രതികരിക്കാനുള്ള വിവേചനശേഷിയും തിരിച്ചറിവും നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആഖിറു ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.